തിരുവചനം തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ പുതുക്കിപ്പണിയാം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 13, 12-ാം അധ്യായം 7-ാം തിരുവചനം. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കുവാനല്ല, പാപികളെ വിളിക്കുവാനാണ്. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണ തന്നെയാണ് ഈ ദിനത്തിലും ദൈവം നമ്മളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിൻ്റെ ജീവിതത്തിൽ നിന്നെ രക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്, കരുണയാണ്. ഈ ഒരു ബോധ്യം ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മറ്റെന്തൊക്കെ നേടിയാലും നിനക്ക് ലഭിക്കാത്ത ഒരു ആത്മാവിൻ്റെ നിൻ്റെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലെയും രക്ഷയ്ക്ക് ദൈവത്തിൻ്റെ കൃപയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂവെന്ന് ഇന്ന് തിരിച്ചറിയണം. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ, വളരെ പ്രശ്നക്കാരനായ മനുഷ്യൻ, വീട്ടിൽ സമാധാനമില്ല, മദ്യപാനത്തിനടിമയായി ഈ മനുഷ്യൻ തന്നെ പഠിക്കുന്ന SSLCക്കും 8-ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളെ ഒത്തിരി വിഷമിപ്പിക്കുന്ന മനുഷ്യൻ, പഠിക്കാനായിട്ട് മക്കൾക്ക് അവസരം കൊടുക്കില്ല. മദ്യത്തിൻ്റെ ആസക്തി ഈ മനുഷ്യനിൽ അടിമപ്പെടുത്തിയതുകൊണ്ട് അദ്ദേഹം ദേവാലയത്തിൽ പോകില്ല, അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥനകളിൽ ഇരിക്കില്ല. എന്നാൽ ഭാര്യയും മക്കളുമൊക്കെ എല്ലാ ദിവസവും പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കാറുണ്ട്. ഈ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുന്നില്ല. ഈ ഒരു അവസരത്തിലാണ് കൗൺസിലിങ്ങിനായിട്ട് ഈ അമ്മയും മക്കളും എൻ്റെ അടുക്കലേക്ക് വരുന്നത്. വല്ലാത്ത വിഷമത്തോടെ അവരവരുടെ ജീവിതത്തിൻ്റെ ദുരിത അവസ്ഥകൾ അവർ പറയുകയാണ്. അച്ഛാ, മടുത്തു, ഞങ്ങളല്ലെങ്കിൽ ഒരുമിച്ച് ഇനി ജീവിതം നശിപ്പിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ എന്തെങ്കിലും നിലപാടുകൾ എടുക്കേണ്ടി വരുമോ എന്നുള്ള ഭയത്തിലാണ്. കാരണം ഈ മനുഷ്യൻ ഞങ്ങൾക്കൊരു സ്വൈര്യവും തരുന്നില്ല. ഈ മനുഷ്യൻ നശിച്ചു പോയിരുന്നെങ്കിൽ, ഈ മനുഷ്യനെ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ച് ഈ മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് സമാധാനം കിട്ടും എന്നവർ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ അവരോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. ദൈവം ഈ വ്യക്തിയെ വിശുദ്ധീകരിച്ച് രക്ഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ മനുഷ്യൻ നശിച്ചു പോകുവാനായിട്ട് ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഈ മനുഷ്യനെ നിങ്ങൾക്ക് ഭർത്താവായി തന്നത്. ഈ മനുഷ്യൻ്റെ രൂപാന്തരീകരണവും വിശുദ്ധീകരണവും ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ മക്കൾക്ക് ഇങ്ങനെ കുറവുകളുള്ള അപ്പനെ തന്നതെന്ന് പറഞ്ഞ് ഞാൻ കുറേ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ദൈവം ഇടപെട്ട അത്ഭുതങ്ങളെക്കുറിച്ചും ഫൗസ്റ്റീനയിലൂടെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചുമൊക്കെ അവരോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്നു മുതൽ എല്ലാ ദിവസവും കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. 3 മണിക്ക് ഈശോയുടെ കരുണയുടെ ഉറവ ഒഴുകിയിറങ്ങിയ ലോകത്തിൽ ഒഴുകിയിറങ്ങിയ ആ മണിക്കൂറിൽ നിങ്ങൾ മുട്ടിന്മേൽ നിന്നുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എവിടെയായിരുന്നു കൊള്ളട്ടെ, നിങ്ങളൊന്ന് കരുണയുടെ പ്രാർത്ഥന ചൊല്ലുക. ദൈവം ഇടപെടും. വിശുദ്ധ കുർബാനയുടെ സമയത്ത് തിരുവോസ്തി വൈദികൻ ഉയർത്തുമ്പോൾ ആ മുന്തിരിച്ചാറ് നിറഞ്ഞ യേശുവിൻ്റെ തിരുരക്തമായി മാറാൻ പോകുന്ന ആ തിരുരക്തം, ആ മുന്തിരി നിറഞ്ഞ കാസ എടുത്തുയർത്തുമ്പോൾ, മുന്തിരിച്ചാറ് നിറഞ്ഞ ആ കാസ എടുത്തുയർത്തുമ്പോൾ യേശുവിൻ്റെ രക്തമാണ് ഉയർത്തുന്നതെന്നുള്ള തിരിച്ചറിവോടെ നിങ്ങൾ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത്, പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ ആശ്വസിപ്പിച്ചു വിട്ടു. മാസങ്ങൾ കഴിഞ്ഞു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, അവർ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, അച്ഛാ, ആ മനുഷ്യൻ്റെ മദ്യപാനം വിട്ടുപോയി. ആ മനുഷ്യൻ ഇന്ന് വളരെ നല്ലൊരു ജീവിതം നയിക്കുക. എൻ്റെ ഭർത്താവ് ഇന്ന് കുടുംബത്തിന് വലിയൊരു അനുഗ്രഹമാണ്. ആ മനുഷ്യൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, ഇപ്പോൾ കുമ്പസാരിക്കുവാനായിട്ടൊക്കെ പോകുന്നുണ്ട്. അച്ഛാ, വലിയൊരു അത്ഭുതം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് ദൈവം നൽകി. അതേ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കരുണ ആര് ചോദിച്ചാലും, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി ഒരുവൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ദൈവം കരുണ ഒഴുക്കുക തന്നെ ചെയ്യും. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 13 വചനം പറയുകയാണ്. പൗലോസ്ലീഹയെക്കുറിച്ചാണ്. പൗലോസ്ലീഹ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ തിമോത്തിയോസിനോട് പറയുന്നതാണ്, മുമ്പ് ഞാൻ അവനെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. എങ്കിലും എനിക്ക് കരുണ ലഭിച്ചു. കാരണം അറിവില്ലാതെ അവിശ്വാസിയായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. ഈ പറഞ്ഞ
ഈ കുടുംബനാഥൻ യഥാർത്ഥത്തിൽ അവൻ പീഡിപ്പിക്കുകയായിരുന്നു അവൻ്റെ കുടുംബത്തെ. അവൻ വിശ്വസിച്ച് അവൻ അംഗമായിരിക്കുന്ന ഒരു സഭയെ അവൻ പീഡിപ്പിക്കുകയായിരുന്നു ഈ മദ്യപാനം എന്ന തിന്മ കൊണ്ട്. ദൈവത്തെ നിഷേധിച്ച് സഹോദരങ്ങളെ വെല്ലുവിളിച്ച് കുടുംബത്തെ നശിപ്പിക്കുന്ന ഒരു തിന്മയ്ക്ക് അടിമപ്പെട്ട ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ വെല്ലുവിളിക്കുകയായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ കരുണ ആ മനുഷ്യനിലേക്ക് ഈ ഭാര്യയും മക്കളും പ്രാർത്ഥിച്ചപ്പോൾ, ഒഴുകിയിറങ്ങിയപ്പോൾ അവന് രക്ഷയുടെ അനുഭവം കിട്ടി. കാരണം അവൻ അവിശ്വാസിയായിട്ടാണ് അതൊക്കെ പ്രവർത്തിച്ചിരുന്നത്. വിശ്വാസമുള്ള വ്യക്തി ഒരിക്കലും ഇങ്ങനെ പ്രവർത്തിക്കില്ല. വിശ്വാസമില്ലാത്തവരാണ് കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ദൈവത്തോടും ദൈവത്തിൻ്റെ കരുണയിലുമുള്ള വിശ്വാസമില്ലാത്ത വ്യക്തികളാണ് ഇന്ന് സഭയ്ക്കും സമൂഹത്തിനും മറ്റുള്ളവർക്കും തകർച്ചകൾക്ക് കാരണമാകുന്നത്. അവരുടെ മേൽ ദൈവത്തിലുള്ള വിശ്വാസം ആഴപ്പെടുവാൻ, അവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണ ഒഴുകിയിറങ്ങുവാൻ നാം നിരന്തരം കരുണയുടെ പ്രവാചികമാരായി കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഈ കുടുംബത്തിന് വേണമെങ്കിൽ വേറെ വഴികൾ തിരഞ്ഞെടുക്കാമായിരുന്നു. അവർക്ക് വേണമെങ്കിൽ ഈ മനുഷ്യനെ എങ്ങനെയെങ്കിലും തള്ളിക്കളഞ്ഞ് അവിടെ നിന്ന് ഓടി എവിടെയെങ്കിലും സുരക്ഷിതത്വത്തിലേക്ക് ഓടി മാറാമായിരുന്നു. എന്നാൽ അവർ അഭയം പ്രാപിച്ചത് യേശുവിൻ്റെ തിരുഹൃദയത്തിലാണ്, യേശുവിൻ്റെ ഈ കരുണയിലേക്കാണ്. ഫൗസ്റ്റീനയിലൂടെ കർത്താവായ ഈശോ വെളിപ്പെടുത്തിയ കരുണയിൽ അവർ വിശ്വസിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പാപിയെ എൻ്റെ കരുണയുടെ കീഴിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞാൻ ആ വ്യക്തിയെ മാനസാന്തരപ്പെടുത്തും, രൂപാന്തരപ്പെടുത്തും. കരുണയിലേക്ക് ആ വ്യക്തിയെ ആകർഷിച്ച് ആ വ്യക്തിയെ വിശുദ്ധീകരിക്കുമെന്ന് ഈശോ പറഞ്ഞത് ഇവരുടെ കുടുംബത്തിൽ അത് സംഭവിച്ചു. ഈ ദിനത്തിൽ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ കാരുണ്യം ഒഴുകിയിറങ്ങുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഈ കാരുണ്യം ഒഴുകിയിറങ്ങുവാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ തിരുവചനത്തിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു വ്യക്തി എല്ലാ ദിവസവും മുടങ്ങാതെ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി രക്ഷയുടെ അനുഭവത്തിൽ എത്തിച്ചേരുകയാണ്. അവൻ രക്ഷിക്കപ്പെടുകയാണ്. അവൻ ഏതവസ്ഥയായിക്കൊള്ളട്ടെ, അവൻ തകർന്ന അവസ്ഥയിൽ നിന്ന് അവൻ രക്ഷയുടെ അവസ്ഥയിലേക്ക് ഒരു വ്യക്തി എത്തിച്ചേരുന്നു. അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 15-ാം അധ്യായം 11 നാം രക്ഷ പ്രാപിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ ഒരു വ്യക്തി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു തകർന്ന അവസ്ഥയാണെങ്കിൽ നമുക്കൊരു രക്ഷ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈശോയുടെ പീഡാസഹനങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് കരുണയുടെ പ്രാർത്ഥന ചൊല്ലിയാൽ അവിടെ രക്ഷയുടെ അനുഭവം കടന്നു വരും. കാരണം വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ്. എഫേസുസാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 8-9 വാക്യങ്ങളിൽ പറയുകയാണ്, വിശ്വാസം വഴി നിങ്ങൾ കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ്. ഒരു വ്യക്തി യേശുവിൻ്റെ കരുണയിൽ വിശ്വസിച്ച്, യേശുവിൻ്റെ ആ ക്ഷമയിൽ വിശ്വസിച്ച്, യേശുവിൻ്റെ പീഡാസഹനങ്ങളിലൂടെ കടന്നു വരുന്ന രക്ഷയിൽ വിശ്വസിച്ച് ഈ കരുണയുടെ പ്രാർത്ഥന ചൊല്ലിയാൽ അവിടെ രക്ഷയുടെ അനുഭവം കടന്നു വരുമെന്ന് ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആരെയും തള്ളിക്കളയണ്ട. ഇനി ഒരിക്കലും എൻ്റെ കുടുംബത്തിന് രക്ഷയില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് രക്ഷയില്ല, ഈ മനുഷ്യനിനി രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും തള്ളിക്കളയാതിരിക്കത്തക്ക വിധം ദൈവത്തിൻ്റെ കരുണ അത്രത്തോളം ഈ ഭൂമിയിൽ ഒഴുകിയിറങ്ങിയിരിക്കുകയാണ്. സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഈ ഭൂമി ദൈവത്തിൻ്റെ കരുണ കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം. അത് സ്വീകരിക്കുവാൻ, അത് വ്യക്തികളിലേക്ക് എത്തിച്ചേരുവാൻ ഈ കരുണയുടെ പ്രാർത്ഥന നമ്മൾ നിരന്തരം ഉരുവിടുവാനായിട്ട് തയ്യാറാകണം. വീണ്ടും പ്രിയമുള്ളവരെ, ഈ കരുണയുടെ പ്രാർത്ഥന നമ്മളെ നീതീകരിക്കുന്നു. നമ്മൾ ബലഹീനരാണ്, കുറവുകളുള്ളവരാണ്, പാപികളാണ് എങ്കിൽ ദൈവത്തിൻ്റെ കരുണയാണ് നമ്മളെ നീതീകരിക്കുന്നത്. കരുണയുടെ പ്രാർത്ഥന ഓരോ ദിവസവും നമ്മൾ ചൊല്ലുമ്പോൾ നമുക്കൊരു നീതീകരണം കിട്ടുന്നുണ്ട്. ലൂക്കയുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഫരിസേയനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. രണ്ടുപേരും അവർ പ്രാർത്ഥിക്കുകയാണ്. ഫരിസേയൻ സ്വയം ന്യായീകരിച്ചുകൊണ്ട് സ്വയം നീതീകരിക്കാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ ചുങ്കക്കാരൻ എന്താണ്? കാരണം അവൻ്റെ ബലഹീനത, കുറവുകൾ അവൻ മനസ്സിലാക്കിയിട്ട് അവൻ ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, ഭാവിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണ ഈ പ്രാർത്ഥനയിലൂടെ അവൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങി അവൻ നീതീകരിക്കപ്പെട്ടു എന്നാണ് വചനം പറയുന്നത്.
ലൂക്കയുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ 13-ഉം 14-ഉം തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുകയാണ്. അവൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ പോലും ഉയർത്താനായിട്ട് കഴിയാതെ അവൻ ദൈവസന്നിധിയിൽ ഹൃദയവും മനസ്സും ഉയർത്തിക്കൊണ്ട് അവൻ കണ്ണുകൾ ഉയർത്താൻ പോലും മടിച്ചു നിൽക്കുമ്പോഴും അവൻ ദൈവത്തിൻ്റെ കരുണയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, പാവിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഒരുപക്ഷെ നിൻ്റെ ജീവിതത്തിൽ ഒരു തകർന്ന അവസ്ഥയായിരിക്കാം, ഒരു നീതീകരണവുമില്ലാത്ത, എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു നീതീകരണവും നൽകാത്ത ഒരു ജീവിതമാണെങ്കിൽ കർത്താവിൻ്റെ കരുണ നിന്നിൽ ഒഴുകി ഇറങ്ങിയാൽ നീ നീതീകരിക്കപ്പെട്ട വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ് ഈ പ്രാർത്ഥന നിരന്തരം ചൊല്ലുക. മറ്റുള്ളവരെ നീതീകരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ജീവിതത്തിലൊരു നീതീകരണം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ പീഡാസഹന മരണങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഈ കരുണയുടെ ജപമാല പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക. മൂന്നാമത്, പ്രിയമുള്ളവരെ, ഓരോ പ്രാവശ്യവും നമ്മൾ കരുണയുടെ ജപമാല ചൊല്ലുമ്പോൾ ഒരു വിശുദ്ധീകരണം നമ്മളിൽ നടക്കുന്നുണ്ട്. പാപം നിറഞ്ഞ മലിനപ്പെട്ട മനുഷ്യജീവിതങ്ങളും ചുറ്റുപാടുകളും വിശുദ്ധീകരിക്കുവാൻ ദൈവത്തിൻ്റെ ഈ കരുണയുടെ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. ദൈവം ലോകത്തിന് നൽകിയ ഈ ഫൗസ്റ്റീനയിലൂടെ ദൈവം ലോകത്തിന് നൽകിയ ഈ കരുണയുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നിൻ്റെ ചുറ്റുപാടുകൾ വിശുദ്ധീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ കരുണയുടെ ജപമാല ചൊല്ലിയാൽ മതി. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അവിടുത്തെ വത്സലപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി നിറഞ്ഞ പ്രശ്നങ്ങൾ നിറഞ്ഞ വ്യക്തികളെയും ചുറ്റുപാടുകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു രക്ഷയുടെ അനുഭവം കടന്നു വരും, അവിടെ ഒരു നീതീകരണത്തിൻ്റെ അനുഭവം കടന്നു വരും, അവിടെ ഒരു വിശുദ്ധീകരിക്കുന്ന അനുഭവം കടന്നു വരും. കൊറിന്തോസാർക്ക് എഴുതിയ ലേഖനത്തിൽ, 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 12-ാം വചനം ഇപ്രകാരമാണ്: ഞങ്ങൾ വിശുദ്ധിയോടും നീതിയോടും കൂടെ വ്യാപരിച്ചത് ദൈവകൃപയാലാണ്. ദൈവത്തിൻ്റെ കൃപ ഒഴുകിയിറങ്ങിയാലേ, ദൈവത്തിൻ്റെ കരുണ ഒഴുകിയിറങ്ങിയാലേ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാനായിട്ട് പറ്റൂ. ഇന്ന് നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ നന്മയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. മറ്റുള്ള വിശുദ്ധിയില്ലാത്ത ജീവിതങ്ങളെ കാണുമ്പോൾ, കുറവുകളുള്ള ജീവിതങ്ങളെ കാണുമ്പോൾ ഒരു കരുണയുടെ ജപമാല ചൊല്ലി അവരെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കാണാനായിട്ട് പറ്റും. അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കാണാൻ പറ്റും. ഒരുപക്ഷെ കോപിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ആക്രോശിച്ച് വരാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമായിരിക്കാം. ഒരു കരുണക്കൊന്ത ചൊല്ലിയാൽ മതി, ആ നിമിഷം അവിടെ അത്ഭുതം സംഭവിക്കും. ഈ അടുത്ത സമയത്ത് നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഒരു സുഹൃത്ത് അനൂപ്, അവന് കരുണയുടെ ജപമാല പ്രാർത്ഥനയോടും അതുപോലെ തന്നെ ഫൗസ്റ്റീനയിലൂടെ വെളിപ്പെട്ട ഈ ദൈവീക രഹസ്യങ്ങളോടും വല്ലാത്ത ആകർഷണമാണ്. അവൻ കൂടെ പറയും, അച്ഛാ, ഈ കരുണയുടെ പ്രഘോഷകരായിട്ട് നമ്മൾ മാറണം, കരുണയുടെ ജപമാലയെക്കുറിച്ച് മറ്റുള്ളവരോട് പ്രഘോഷിക്കണം, ഈശോ അത് ആഗ്രഹിക്കുന്നുണ്ട്, കാരണം ഈശോയുടെ കരുണ എല്ലാവരിലും ഒഴുകിയിറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ എന്നോട് കൂടെ നിർബന്ധിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടിൽ പോയ ഒരു വാഹനം പെട്ടെന്ന് ഒരു സിഗ്നലും തരാതെ പെട്ടെന്ന് അദ്ദേഹം സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. ഞങ്ങൾക്കും ചെറിയൊരു അശ്രദ്ധക്കുറവുണ്ടായിരുന്നു. അപ്പോൾ വാഹനം ഓടിച്ചിരുന്ന അനൂപ് അല്പം സ്ലോയിൽ തന്നെയാണ് പോയത്. ട്രാഫിക്കൊക്കെ ഉള്ള തിരക്കുള്ള ഒരു സ്ഥലം കൂടി ആയിരുന്നതുകൊണ്ട് വലിയ വേഗതയില്ലായിരുന്നു. വാഹനം പെട്ടെന്ന് മുമ്പിൽ നിന്ന വാഹനത്തിൽ ചെന്ന് ഇടിച്ചു. പക്ഷേ വലിയ തിരക്കുള്ള ഒരു സ്ഥലമായതുകൊണ്ട് അദ്ദേഹത്തിന് ഇറങ്ങാനൊന്നും പറ്റുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ഞങ്ങളോട് എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ട്. അപ്പോൾ ഈ വാഹനം ചെന്ന് മുട്ടി നിൽക്കുകയാണ്. മുട്ടി അല്പം വീണ്ടും വണ്ടി നീങ്ങിത്തുടങ്ങി. അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് ഈ തിരക്ക് കുറഞ്ഞ് അല്പം മാറ്റി വണ്ടി ഇട്ടിട്ട് ഞങ്ങളോട് വന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം തിരിഞ്ഞ് നോക്കുന്നുണ്ട്. ഞങ്ങൾ ശാന്തമായിട്ട് തന്നെ വണ്ടിയിലിരുന്നു. പെട്ടെന്ന് അനൂപ് പറഞ്ഞു, അച്ഛാ, നമുക്ക് ഈ മനുഷ്യനെ ഈശോയുടെ കരുണയിൽ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ എന്താ? ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രാർത്ഥന ചൊല്ലി: നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാവങ്ങൾക്ക് പരിഹാരമായി അവിടുത്തെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവും രക്ഷകനും നാഥനുമായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ആ മനുഷ്യനെ മനസ്സിൽ സമർപ്പിച്ച് ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ വാഹനം ഒന്ന് നിർത്തി ഞങ്ങളുടെ അടുത്ത് വരാനായിട്ടുള്ള സാഹചര്യം വന്നപ്പോൾ ഈ മനുഷ്യൻ വാഹനം അവിടെ നിർത്തി പെട്ടെന്ന് ഇറങ്ങി. അദ്ദേഹം പുറകിലേക്ക് ചെന്ന് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ നോക്കി എന്തെങ്കിലും കാര്യമായി സംഭവിച്ചിട്ടുണ്ടോ എന്ന്. പ്രിയമുള്ളവരെ, അത്ഭുതകരമായിട്ട് ഈ മനുഷ്യന് വാഹനം പുറത്തൊക്കെ നോക്കി
ഞങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഗ്ലാസ് ഒന്ന് താഴ്ത്തി, ഞങ്ങളും കാത്തിരിക്കുക. അദ്ദേഹം പെട്ടെന്ന് വന്നിട്ട് നോക്കി വണ്ടി ഓടിച്ചുകൂടെ എന്ന് ചോദിച്ചു പെട്ടെന്ന്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനൂപ് സ്നേഹത്തോടെ പറഞ്ഞു, കാരണം പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല, അതാണ് ചെറിയ രീതിയിൽ വന്ന് തട്ടിയത്, സോറി എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ മനുഷ്യൻ വളരെ ശാന്തമായിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അവിടെ വാഹനം എടുത്ത് മുന്നോട്ട് വീണ്ടും യാത്ര ചെയ്യും. പെട്ടെന്ന് ഈ അനൂപ് എന്നോട് ഷെയർ ചെയ്യാൻ, അച്ഛാ, നമ്മൾ ആ സമയത്ത് കരുണയുടെ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ഈശോ അവിടെ ഇടപെട്ടു. ഈശോ ഇടപെട്ടത് കൊണ്ടാണ്, ഈശോയുടെ കരുണ ആ വ്യക്തിയിലേക്ക് ഒഴുകിയിറങ്ങിയത് കൊണ്ടാണ് ആ വ്യക്തി ചിലപ്പോൾ ഒരുപക്ഷെ ആക്രോശിക്കാനായിട്ട് ഒത്തിരി സാധ്യതകളുണ്ടായിരുന്നു, ദേഷ്യപ്പെടാമായിരുന്നു, വേണമെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാമായിരുന്നു. നമുക്കറിയാമല്ലോ, ഇന്നത്തെ ചുറ്റുപാടുകളിൽ നിസ്സാര കാര്യങ്ങളെ പ്രതി തർക്കിക്കുകയും കലഹിക്കുകയും പ്രശ്നങ്ങളുണ്ടാക്കുകയും അസ്വസ്ഥപ്പെടുകയും ചെയ്യുന്ന ഒരു ലോകം. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ ഈ കരുണയുടെ ജപമാല ഒന്ന് ചൊല്ലി നോക്കിയേ, അവിടെ ഒരു വിശുദ്ധീകരണം സംഭവിക്കും. പിശാചിൻ്റെ തല തകർക്കുന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയെന്ന് നമ്മൾ വിശ്വസിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായം 14 ഇങ്ങനെയാണ്: പാപം നിങ്ങളിൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ അവിടെ കൃപ ഒഴുകിയിറങ്ങി. നിയമത്തിൻ്റെ തലത്തിലാണെങ്കിൽ എന്താണ്, അവിടെ തമ്മിൽ തർക്കിക്കാനേ പറ്റൂ. രണ്ടുപേരും അവരുടെ ന്യായീകരണങ്ങൾ പറയാം. കാരണം നിയമത്തിൻ്റെ വശം നോക്കുകയാണെങ്കിൽ രണ്ടുപേരുടെ ഭാഗത്തും ന്യായീകരണങ്ങൾ സംസാരിക്കാനായിട്ട് ഒത്തിരിയേറെ ഉണ്ട്. പക്ഷേ അവിടെ കൃപ ഒഴുകി ഇറങ്ങിയപ്പോൾ അവിടെ നിയമത്തിന് പ്രസക്തി വന്നില്ല. രണ്ടുപേരും ദൈവകൃപയിൽ ആഴപ്പെട്ടപ്പോൾ രണ്ടുപേരും തിരിച്ചറിയുകയാണ് കുറവുകൾ, രണ്ടുപേരും അത് ക്ഷമിക്കാനായിട്ട് തയ്യാറാവുകയാണ്, രണ്ടുപേരും പരസ്പരം സ്നേഹത്തിൽ പിരിയുവാനായിട്ട് തയ്യാറായി. ഇതാണ് ദൈവകൃപയുടെ ദൈവകരുണയുടെ അടയാളങ്ങളും അത്ഭുതങ്ങളും. പ്രിയമുള്ളവരെ, വീണ്ടും അനുദിനം നമ്മൾ ഈ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആശ്വാസവും പ്രത്യാശയും നിറയും. ഇന്ന് മനുഷ്യൻ അസ്വസ്ഥനാണ്, ഇന്ന് മനുഷ്യൻ പ്രത്യാശയില്ലാത്ത ജീവിതം നയിക്കുകയാണ്. എത്രയോ ജീവിതങ്ങൾ ആശ്വാസത്തിന് വേണ്ടി മദ്യത്തിൻ്റെ പിന്നാലെ ഓടുന്നു, മയക്കുമരുന്നിൻ്റെ പിന്നാലെ ഓടുന്നു. ചിലർക്ക് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി ചില തെറ്റായ കൂട്ടുകളിലും സൗഹൃദങ്ങളിലും ചെന്ന് വീഴുന്നുണ്ട്. കാരണം എന്താണ്? ഈ കരുണയിൽ അവൻ പ്രാർത്ഥിച്ച് കടന്നു വന്നാൽ അവന് ലഭിക്കേണ്ട ആശ്വാസം ലഭിക്കും. ഇന്ന് പ്രത്യാശ നഷ്ടപ്പെടുന്ന മനുഷ്യൻ മുന്നോട്ട് എങ്ങനെ ജീവിതം നയിക്കണമെന്ന് ഉള്ള ഒരു പ്രത്യാശയില്ലാതെ ജീവിക്കുന്ന മനുഷ്യജീവിതങ്ങളിൽ ഈ പ്രാർത്ഥന ഒഴുകിയിറങ്ങുമ്പോൾ അവിടെ പ്രത്യാശ കടന്നു വരുന്നത് കാണാനായിട്ട് സാധിക്കും. ഒത്തിരി അനുഭവങ്ങളും സംഭവങ്ങളും പറയുവാനായിട്ട് സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിന് വല്ലാത്ത സാമ്പത്തിക തകർച്ചകൾ വന്നു, വല്ലാത്ത അസ്വസ്ഥതകൾ. കാരണം ഭർത്താവ് അതിനിടയ്ക്ക് ഈ സാമ്പത്തിക പരാധീനയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് പെട്ടെന്ന് ഭർത്താവിനും അസുഖം പിടിപെടുകയാണ്. അവരിനി മുന്നോട്ടിനി എങ്ങനെയാണ്? ഒരു ആശ്വാസമില്ലാത്ത ഒരവസ്ഥ, ഒരു വല്ലാത്ത നിരാശയുടെ അവസ്ഥ. ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരോട് ഞാനും പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ദൈവകരുണ അവിടെ ഒഴുകിയിറങ്ങും. ആശ്വാസത്തിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങും. കാരണം ഈ കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തവും തിരുജലവും വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഈശോ ഈ പ്രാർത്ഥനയിലുള്ള വെളിപ്പെടുത്തി കൊടുത്തു. ഫൗസ്റ്റീനയെക്കുറിച്ച് അവരോട് പറഞ്ഞു, അതുപോലെ തന്നെ കരുണയുടെ ജപമാല പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു. 3 മണി സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നാലും ഈ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. കർത്താവ് ഇടപെടും, കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കും, കർത്താവ് മുന്നോട്ട് പോകുവാനായിട്ടുള്ള വഴി തുറന്ന് നിങ്ങൾക്ക് പ്രത്യാശ തരുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ ആശ്വസിപ്പിച്ചു വിട്ടു. അവർ അത് വലിയ പ്രാധാന്യത്തോടെ എടുത്തു. ആ മക്കൾ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. കരുണയുടെ ജപമാല ചൊല്ലാനായിട്ട് അറിഞ്ഞൂടായിരുന്നു. പക്ഷേ ആദ്യം അവർക്ക് ആ പുസ്തകം കൊടുത്തപ്പോഴും അവരത് പഠിച്ചു, മുടങ്ങാതെ അത് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. പ്രിയമുള്ളവരെ, പിന്നെ അവരുടെ ജീവിതത്തിൽ ആശ്വാസവും പ്രത്യാശയും ഈ കരുണയുടെ ഈശോ കൊടുത്തു. അവർക്ക് ഒത്തിരിയേറെ പറയുവാനായിട്ടുണ്ട്, ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പറയുവാനായിട്ടുണ്ട്. ഒരു ട്യൂഷനോ വലിയ ട്യൂഷനൊന്നും ഇല്ലാത്ത ഒരു കുട്ടികളാണ് 2 പഠിക്കുന്ന മക്കൾ. പക്ഷേ അവർ ഈ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് വീട്ടിലിരുന്ന് തന്നെ പഠിച്ച് അത്ഭുതകരമായ മാർക്കുകൾ സ്കോർ ചെയ്തു. ദൈവത്തിൻ്റെ കൃപ ഒഴുകിയിറങ്ങിയാൽ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും, അവിടെ ആശ്വാസവും പ്രത്യാശയും കടന്നു വരും. തെസ്സലോനിയക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 16-17 തിരുവചനം ഇപ്രകാരമാണ്: നിത്യമായ ആശ്വാസവും പ്രത്യാശയും നൽകുകയും ചെയ്ത് നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. കാരണം നമ്മുടെ ജീവിതത്തിൽ ശക്തി ക്ഷയിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്ന് കരുണയുടെ ജപമാല ചൊല്ലി തുടങ്ങിക്കോ, അവിടെ ശക്തി ഒഴുകും.
അസ്വസ്ഥതമാകുന്ന മനസ്സും അസ്വസ്ഥമാകുന്ന ചുറ്റുപാടുകളും ഉണ്ടാകുമ്പോൾ നിങ്ങൾ കരുണയുടെ ജപമാല ചൊല്ലി മനസ്സുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു നോക്കിയേ. അവിടെ ആശ്വാസവും പ്രത്യാശയും ഒഴുകിയിറങ്ങും. ഇതാണ് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകളെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആവർത്തിച്ച് പറയുകയാണ്, കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 12 പറയുക, അവരുടെ അനീതികളോട് നേർക്ക് ഞാൻ കരുണയുള്ളവനായിരിക്കും, അവരുടെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർമ്മിക്കുകയില്ല. ജീവിതത്തിൽ ഒത്തിരി പാപത്തിൻ്റെ മ്ലേച്ഛതകളിലൂടെ തകർന്ന അവസ്ഥകളിലൂടെ പോയ വ്യക്തികളാകാം, ഏതെങ്കിലുമൊക്കെ തിന്മകളിൽ അടിമപ്പെട്ട വ്യക്തികളാകാം. അവർക്ക് വേണ്ടി നമ്മുടെ കരുണയുടെ ജപമാല ചൊല്ലുമ്പോൾ ഈ വചനം അവരിൽ പൂർത്തീകരിക്കപ്പെടും. ഹെബ്രായർ 8:12, അവരുടെ അനീതികളുടെ നേർക്ക് ഞാൻ കരുണയുള്ളവനായിരിക്കും, അവരുടെ പാപങ്ങൾ ഞാൻ ഇനി ഒരിക്കലും ഓർക്കുകയില്ല. പ്രിയമുള്ളവരെ, മറ്റുള്ളവർക്ക് വേണ്ടി കരുണയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എൻ്റെ വചനത്തിലൂടെ ഈ കരുണയുടെ ജപമാല ചൊല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നിത്യജീവനിൽ നമ്മൾ അവകാശികളായിട്ട് മാറും. നമ്മുടെ കഴിവുകൊണ്ട് മിടുക്കുകൊണ്ട് നമുക്ക് നേടിയെടുക്കാവുന്നതല്ല സ്വർഗരാജ്യം. യേശു തൻ്റെ കൃപയാൽ തരുന്നതാണ്. ആ കൃപ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മനോഭാവം കൂടെ വേണം. ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതങ്ങൾ കരുണയുടെ ജീവിതങ്ങളായിട്ട് മാറണം. നമ്മൾ സ്വാർത്ഥരായിട്ട് മാറാൻ പാടില്ല. കരുണയുടെ ജപമാല ചൊല്ലി ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തി ഓട്ടോമാറ്റിക്കായിട്ട് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ കരുണ ഒഴുകിയിറങ്ങുവാനായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കും. ഏതെങ്കിലും ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഈ അടുത്ത സമയത്ത് ഞങ്ങൾ ഒരു കൂട്ടായ്മയായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യുകയായിരുന്നു. പോകുന്ന വഴികളിലൊക്കെ ആ ദേശങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കരുണ ഒഴുകിയിറങ്ങാനായിട്ട് പ്രാർത്ഥിക്കണമെന്നുള്ളൊരു പ്രചോദനം വന്നു. എല്ലാവരും ഞങ്ങൾ പ്രാർത്ഥിച്ചു. പോകുന്ന വഴികളിൽ എന്തൊക്കെ സംഭവങ്ങൾ കാണുന്നോ ഉടനെ ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങൾ നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാവങ്ങൾക്ക് പരിഹാരമായി അവിടുത്തെ വത്സല സുതനും ഞങ്ങളുടെ കർത്താവും രക്ഷകനും നാഥനുമായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമെന്ന് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് പോവുകയായിരുന്നു. അവിടെയൊക്കെ ദൈവീകമായ അനുഭവങ്ങൾ, ദൈവീകമായ ഇടപെടലുകൾ ഞങ്ങൾക്ക് കാണാനും കേൾക്കാനും അനുഭവിക്കുവാനും സാധിച്ചു. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ബുദ്ധിയെയും യുക്തിയെയും നമ്മുടെ ചിന്താധാരകളെയും അതിലംഘിക്കുന്ന ദൈവീകമായ ഇടപെടലുകളും ദൈവിക രഹസ്യങ്ങളും മറഞ്ഞിരിപ്പുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഈ പ്രാർത്ഥന നിരന്തരം ചൊല്ലുക. വീണ്ടും ഫൗസ്റ്റീനയോട് ഈശോ പറഞ്ഞ ഒരു വചനം കൂടെ, ഒരു കാര്യം പറയുകയാണ്. 1317 ഖണ്ഡികയിൽ ഫൗസ്റ്റീനയോട് ഈശോ പറയുക, ഒരാത്മാവ് ഏതെങ്കിലും വിധത്തിൽ കരുണ അഭ്യസിക്കുന്നില്ലെങ്കിൽ വിധിയുടെ ദിവസത്തിൽ എൻ്റെ കരുണ അതിന് ലഭിക്കുകയില്ല. ഈ കാലഘട്ടമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവ് വരെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുവാനും ആ കരുണയിൽ ആശ്രയിക്കുവാനും ആ കരുണയാൽ മറ്റുള്ളവരെ പൊതിഞ്ഞ് അവരെയും നേടുവാനായി നമുക്കൊരു ധാർമ്മികമായ ചുമതലയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഈ പ്രാർത്ഥനകളെ പ്രചരിപ്പിക്കുക, ഈ പ്രാർത്ഥനയിൽ വളരുക, ദൈവകരുണ സകലരിടത്തും ഒഴുകിയിറങ്ങുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. 1320 ഖണ്ഡികയിൽ ഫൗസ്റ്റീന പറയുകയാണ്, 3 മണിക്ക് എൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് പാപികളുടെ ആത്മാക്കൾക്ക് വേണ്ടി എൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് അല്പസമയമെങ്കിലും ധ്യാനിക്കണം. സർവ്വലോകത്തിനും കരുണ പ്രാപിക്കുവാനുള്ള മണിക്കൂറാണ് ഈ മണിക്കൂറിൽ. എൻ്റെ പീഡാസഹനത്തിൻ്റെ യോഗ്യതയാൽ എന്നോട് അപേക്ഷിക്കുന്ന ഒരു കാര്യവും ആത്മാക്കൾക്ക് ഞാൻ നിഷേധിക്കുകയില്ല. ഈശോയുടെ വാക്ക് മാറാത്ത ഒരു ഈശോ ഫൗസ്റ്റീനയോട് പറഞ്ഞതാണ്, ആത്മാക്കൾക്ക് വേണ്ടി, ജീവിതത്തിലെ സമസ്ത മേഖലകൾക്ക് വേണ്ടി, എൻ്റെ കരുണയ്ക്ക് വേണ്ടി ഒരുവൾ യാചിച്ചാൽ ഞാനത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ മനുഷ്യജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മണൽക്കൂമ്പാരം പോലെ ഉയർന്നു നിൽക്കുന്നതാകാം. അവൻ്റെ പാപങ്ങൾ കടൽ തീരത്തെ മണൽത്തരി പോലെ കൂമ്പാരപ്പെട്ടതാകാം. എന്നാൽ ദൈവത്തിൻ്റെ കരുണ ഈ മണൽ കൂമ്പാരങ്ങളെയെല്ലാം ഒഴുക്കിക്കളയുവാനായിട്ട് ആ കുഴിയിലേക്ക്, യേശുവിൻ്റെ കരുണയുടെ അഗാധത്തിലേക്ക് താഴ്ത്തിക്കളയാൻ കഴിയുമെന്നാണ് ഈശോ ഫൗസ്റ്റീനയോട് പറഞ്ഞത്. കാരണം ഏത് മനുഷ്യൻ്റെ ഏത് വലിയ തകർന്ന അവസ്ഥയായിക്കൊള്ളട്ടെ, എൻ്റെ കരുണയിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക, അവിടെ ഞാൻ കൃപയൊഴുക്കും, കൃപയിലൂടെ അവരെ രക്ഷിക്കും. നമുക്ക് ഈ ദിനത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാം.
കരുണയുടെ പ്രവാചകന്മാരാകാം, പ്രവാചികമാരാകാം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരംഭിക്കട്ടെ ഈ കരുണ. ഈ കരുണയെക്കുറിച്ചൊന്ന് ധ്യാനിക്കുക. നമ്മളെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ ഈശോയുടെ കരുണ ലഭിച്ചാൽ അവർ രൂപാന്തരപ്പെടും. ഈശോയുടെ കൃപ അവരിലേക്ക് നിറഞ്ഞാൽ അവർ രൂപാന്തരപ്പെടും. ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. നമുക്ക് സമസ്ത ലോകത്തിനു വേണ്ടിയും കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നവരാകാം. ഈ ദിനത്തിൽ ദൈവത്തിൻ്റെ കരുണ ധ്യാനിക്കുമ്പോൾ ആരെയും ഒഴിവാക്കാതിരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. ഒരുപക്ഷെ നമ്മുടെ ശത്രുക്കളാകാം, നമ്മളെ വേദനിപ്പിച്ചവരാകാം, നമ്മളെ ഇപ്പോഴും തകർക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തികളാകാം. അവരുടെ മേൽ ദൈവകരുണ ഒഴുകിയിറങ്ങിയാൽ അവർ രൂപാന്തരപ്പെടും. യൂദായുടെ ലേഖനത്തിൽ ഒരധ്യായമുള്ള യൂദായുടെ ലേഖനത്തിൽ 23-ാം വാക്യം ഇപ്രകാരമാണ്: അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ, മാംസദാഹത്താൽ കളങ്കിതരായവരുടെ വസ്ത്രത്തെപ്പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ അവരോട് കരുണ കാണിക്കുവിൻ. കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഈ കരുണയുടെ ജപമാല ചൊല്ലുക, കാരുണ്യപ്രവൃത്തികളിൽ വളരുക. ആരെയും തള്ളിക്കളയണ്ട. നീ കരുണ കൊടുത്താൽ ആ വ്യക്തികളിൽ കരുണ ഒഴുകിയിറങ്ങും. ആ വ്യക്തികളിൽ നിന്ന് കരുണ കടന്നു വരും. നീ വെറുപ്പിൻ്റെ മനോഭാവത്തോടെ വാക്കും പ്രവൃത്തിയും ആ വ്യക്തികളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരുന്നാൽ ആ വ്യക്തികളിൽ നിന്ന് തിന്മ കടന്നു വരും. അതൊരു യാഥാർത്ഥ്യമാണ്. ഇതൊരു വലിയൊരു ദൈവിക രഹസ്യമാണ്. നീ ഒരു വ്യക്തിക്ക് കരുണ കൊടുത്താൽ, കരുണയുടെ പ്രാർത്ഥനയിലൂടെ ആ വ്യക്തിയെ നേടാനായിട്ട് ശ്രമിച്ചാൽ ആ വ്യക്തിയിൽ നിന്ന് കരുണയുടെ ഉറവ പൊട്ടി ഒഴുകും. ഇതൊരു വലിയ സത്യമാണ്. അതുകൊണ്ട് ആരെയും തള്ളിക്കളയണ്ട, ആരെയും ശപിച്ച് തള്ളണ്ട. എല്ലാവരെയും രക്ഷിക്കുവാൻ വന്ന ഈശോയുടെ മനോഭാവത്തോടെ എല്ലാവരെയും രക്ഷിക്കുവാൻ നമുക്ക് ഈശോയുടെ കരുണയുടെ തിരുഹൃദയത്തിൽ സകലരെയും നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം ഈ ദിനത്തിൽ നമ്മളെ കൂടുതൽ അനുഗ്രഹമുള്ളവരാക്കാം. ഈ ദിനത്തിൽ ഏതൊരു പ്രവൃത്തിയിലൂടെ നീ കടന്നു പോകുമ്പോൾ ഈ പ്രാർത്ഥന മനസ്സുകൊണ്ട് ചൊല്ലുക. ഈ ദിനം ഒരു വലിയൊരു വ്യത്യസ്തമായി, വലിയൊരു ദൈവാനുഭവത്തിൻ്റെ ദിവസമായി നിനക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥന അനുഭവത്തിൽ കടന്നു വന്നിട്ട് എനിക്കൊത്തിരിയേറെ കാരണം അത്ഭുതപ്പെടും. മണിക്കൂറുകൾ യാത്ര ചെയ്യേണ്ട യാത്രകൾ സത്യം പറഞ്ഞ ഒരു ദൈവാനുഭവത്തിൻ്റെ ക്ഷീണമില്ലാത്ത സന്തോഷത്തിൻ്റെ യാത്രകളായിട്ട് മാറിയിട്ടുണ്ട്. ഈ കരുണയുടെ ജപമാലയെക്കുറിച്ച് പ്രാർത്ഥിച്ചു പോയപ്പോൾ, ഈ കരുണയുടെ ജപമാല ചൊല്ലി പോയപ്പോൾ, ദൈവത്തിൻ്റെ പീഡാസഹനങ്ങളെ ധ്യാനിച്ച് എല്ലാ മേഖലകളിലും ഈ കരുണ ഒഴുകിയിറങ്ങണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു പോയപ്പോൾ അവിടെയൊക്കെ ഒരു ദൈവാനുഭവത്തിൻ്റെ ഒരു സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ ദിനം ഒരു കരുണയുടെ കൃപയൊഴുകുന്ന ഒരു ദിനമായി മാറുവാൻ നമുക്ക് കരുണയുടെ ജപമാല ഈ ദിനത്തിൽ കൂടെ ചൊല്ലാം. ദൈവം നിൻ്റെ ജീവിതത്തിൽ പ്രകാശം കൊണ്ട് നിറയ്ക്കട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ ദിനത്തിൽ നിൻ്റെ കാരുണ്യത്തെക്കുറിച്ചായിരുന്നല്ലോ ഞങ്ങൾ ധ്യാനിച്ചിരുന്നത്. വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനും ഞങ്ങളുടെ രക്ഷയ്ക്കും കരുണയിലൂടെ ലഭിക്കുന്ന എല്ലാ കൃപാവരങ്ങൾക്കും വേണ്ടി ഈ പ്രാർത്ഥന നിരന്തരം ചൊല്ലുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓരോ കരുണയുടെ പ്രാർത്ഥനയിലൂടെയും നീ ഞങ്ങളെ രക്ഷിക്കുന്നുണ്ട്, നീ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നുണ്ട്, നീ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങളുടെ ജീവിതങ്ങളിൽ പ്രത്യാശ നൽകുകയും ചെയ്യുന്നുണ്ട്. ഓരോ കരുണ പ്രാർത്ഥന ചൊല്ലുമ്പോഴും ഞങ്ങൾ നിത്യജീവൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരായി മാറുകയും ചെയ്യുന്നുണ്ട്. ഈ വലിയ രഹസ്യം ഹൃദയത്തിൽ വിശ്വസിച്ച് മറ്റുള്ളവർക്കും ഈ ഒരു അനുഭവം ലഭിക്കുവാൻ തക്കവിധം കർത്താവെ, ഈ ദിനത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ കരുണ കൊണ്ട് പൊതിയണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.